بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹീഹുൽ ബുഖാരിയിൽ ഏതാനും ചില ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 8ാമത്തെ ക്ലാസ്സാണ്. സഹീഹുൽ ബുഖാരിയിലെ 8ാമത്തെ ഹദീസ് പഠിക്കുന്ന ക്ലാസ്സാണ് ഇന്ന്. സഹീഹുൽ ബുഖാരിയിലെ ആദ്യത്തെ 5 ഹദീസുകൾ നമ്മൾ പഠിച്ചത് കിതാബുൽ ഈമാനിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളാണ്, വിശ്വാസത്തിൻ്റെ അധ്യായം. ശേഷം 5 ഹദീസുകൾ നമ്മൾ പഠിക്കുന്നത് കിതാബു തൗഹീദിൽ നിന്നാണ്. കിതാബു തൗഹീദിൽ നിന്നാണ്. കിതാബു തൗഹീദിലെ 4ാം അധ്യായം 7379ാമത്തെ ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച് പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അവകാശപ്പെട്ട ഒരു സിഫത്താണ്, ഒരു സവിശേഷതയാണ് ഇൽമുൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങൾ അറിയുക എന്നത്. അത് ഇമാം ബുഖാരിയുടെ അധ്യായത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ബാബു ഖൗലില്ലാഹി തആല ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാണ്. അദൃശ്യമെന്ന് പറയുമ്പോൾ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ്. അള്ളാഹുവിന് ഒന്നും അദൃശ്യമല്ല. പക്ഷേ നമുക്ക് അദൃശ്യമായ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും അത് അറിയുന്നവനാരാണ്? അള്ളാഹുവാണ്. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. ആ അദൃശ്യ ജ്ഞാനം അള്ളാഹു വെളിപ്പെടുത്തിയിട്ടില്ല ഒരു സൃഷ്ടിക്കും. ശേഷമുള്ള ഭാഗത്തിൽ നിന്ന് മനസ്സിലാവും, ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ, അള്ളാഹു തൃപ്തിപ്പെട്ട പ്രവാചകനൊഴികെ. പ്രവാചകന്മാർക്ക് അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം അവൻ്റെ അദൃശ്യജ്ഞാനത്തിൽ നിന്ന് നൽകിയിരിക്കും. അത് വഹി മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് ഗൈബിൽ നിന്ന് ഗൈബിയായ ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. പക്ഷെ ഒരു പ്രവാചകന് ഉദ്ദേശിക്കുന്ന രീതിയിൽ, ഒരു പ്രവാചകൻ സ്വയം ആഗ്രഹിക്കുന്ന രീതിയിൽ, തീരുമാനിക്കുന്ന രീതിയിൽ എപ്പോഴും ഗൈബ് അറിയണം എന്നില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും അറിയാതെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? വഹി ഇറങ്ങിയിട്ടില്ലായിരുന്നു. വഹി ഇറങ്ങാതെ, വഹി മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കാതെ പ്രവാചകന്മാർക്ക് അദൃശ്യകാര്യങ്ങൾ അറിയുകയില്ല. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച രൂപത്തിൽ, ഉദ്ദേശിച്ച സമയത്ത്. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കും എന്ന ആയത്തെടുത്തുകൊണ്ട് പ്രവാചകന്മാർ ആലിമുൽ ഗൈബാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമുൽ ഗൈബാണ് എന്ന നിലക്ക് പറയാൻ പാടുണ്ടോ? പാടില്ല. മനസ്സിലായില്ലേ? ആലിമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യജ്ഞാനം, അതിലെല്ലാ അദൃശ്യമായ കാര്യങ്ങളും പെട്ടു. അതുകൊണ്ട് തന്നെ ബുർദ എന്ന അറിയപ്പെട്ട
ആ കവിതയിൽ അടങ്ങിയിട്ടുള്ള ചില വരികൾ പണ്ഡിതന്മാർ വിമർശിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. എന്താണ്? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് നൽകപ്പെട്ടു. فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم. താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്, അതായത് ബുർദയുടെ കർത്താവ്, അതിൻ്റെ രചയിതാവാരാണ്? ബുസീരി എന്ന ഒരു സൂഫി വര്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് പറയാണ്, ഫഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹ, താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ദുനിയാവും ദുനിയാവിൻ്റെ കൂടെയുള്ള ആഖിറയും. പരലോകവും ദുനിയാവും ആരുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്? നബിയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണെന്ന്. വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, താങ്കളുടെ ജ്ഞാനങ്ങളിൽ പെട്ടതാകുന്നു ലൗഹുൽ മഹ്ഫൂദിലെ ഇൽമും അതുപോലെ തന്നെ ഖലമിൻ്റെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലം മുഖേനയാണ് ജീവജാലങ്ങളുടെ രേഖകൾ വിധികളൊക്കെ രേഖപ്പെടുത്തിയത്. അതും പ്രവാചകൻ അറിയാം. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളുടെയും വിധി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് ലൗഹുൽ മഹ്ഫൂദ്. ആ ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ള കാര്യങ്ങൾ പ്രവാചകൻ അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽമുൽ ഗൈബ് അള്ളാഹു പ്രവാചകന് അറിയാമെന്ന അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ശിർക്ക് അടങ്ങിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഇമാം ബുഖാരി എടുത്തു പറഞ്ഞത്. ഉദാഹരണമായി അന്ത്യസമയം, അതായത് ഖിയാമത്ത് നാൾ എന്നാണ് സംഭവിക്കുക എന്ന യാഥാർത്ഥ്യം, അല്ലേ? അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുപോലെ തന്നെ വമാ തഹ്മിലു മിൻ ഉൻസ വലാ തദഉ ഇല്ലാ ബിഇൽമിഹി, അള്ളാഹുവിൻ്റെ അറിവ് പ്രകാരം അല്ലാതെ ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല, ഒരു സ്ത്രീയും പ്രസവിക്കുന്നില്ല. ചില അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ വൈദ്യന്മാർക്ക്, ഡോക്ടർമാർക്ക് സൂചനകൾ നൽകാൻ പറ്റും. അതല്ലാതെ അതുപോലെ തന്നെ ചില അടയാളങ്ങളുടെ, സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില അടയാളങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷകർക്ക് പറയാൻ പറ്റും ഏകദേശം ഈ സമയത്ത് അല്ലെങ്കിൽ ഈ നാളുകൾ ചില കാലാവസ്ഥ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്, മഴ വർഷിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അത് ഒന്ന് 100% ഉണ്ടാകുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്നില്ല. ഒരു പക്ഷേ അവർ കാലാവസ്ഥാ നിരീക്ഷകർ ഇന്ന് മഴ സംഭവിക്കും, മഴ വർഷിക്കും, ശക്തമായ കാറ്റടിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മഴ വർഷിക്കണമെന്ന് ഇല്ല. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ചില അടയാളങ്ങൾ മുഖേനയാണ് അവർ ഇങ്ങനെ പറയുന്നത്. അതല്ലാതെ ഇപ്പോൾ 4 മാസം കഴിഞ്ഞാൽ ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിലുണ്ടാകുന്ന ആ ശിശു, അതിന് റൂഹ് നൽകപ്പെടുന്നത് എപ്പോഴാണ്? 4-ാം മാസത്തിലാണ്. അതിന് മുമ്പ് 1-ാം മാസത്തിൽ, ഒരു ഉദാഹരണം പറയാണ്, ആ സമയത്ത് കുട്ടി ആണാണോ പെണ്ണാണോ, ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് കുട്ടി ആണാണോ പെണ്ണാണോ തീരുമാനിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പോൾ വയഅലമു മാ ഫിൽ അർഹാം,
ഗർഭപാത്രങ്ങളിൽ ഗർഭാശയങ്ങളിൽ ഉണ്ടാകുന്ന ശിശുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞാൽ കുട്ടി ആണാണോ പെണ്ണാണോ മാത്രം കാര്യങ്ങളല്ല, കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണമായി വൈദ്യശാസ്ത്രത്തിന് യാതൊരു നിലക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങളുണ്ട് ആ ശിശുവുമായി ബന്ധപ്പെട്ട്. ആ കുട്ടി ഇനി ജനിക്കാൻ പോകുന്ന ആ കുട്ടി സഈദാണോ ഷഖിയാണോ, അഥവാ അവൻ സ്വർഗാവകാശിയായിട്ടാണോ മരണപ്പെടുക നരകാവകാശിയായിട്ടാണ് മരണപ്പെടുക, അവൻ ഏത് സമയത്താണ് മരണപ്പെടുക, അതുപോലെയുള്ള അവൻ്റെ അജല്, അവൻ്റെ പ്രവർത്തനം, അവൻ്റെ സ്വർഗം നരകം തീരുമാനിക്കൽ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാത്രം ഇൽമാണ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ജ്ഞാനമാണ്. അപ്പോൾ ഇൽമുൽ ഗൈബ് എന്ന് വെച്ചാൽ നമുക്കൊന്നും യാതൊരു നിലക്കും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹുവിൻ്റെ ജ്ഞാനമാകുന്നു ഇൽമുൽ ഗൈബ്. അപ്പോൾ ഇത് പ്രവാചകന്മാർക്കറിയും അല്ലെങ്കിൽ മഹാന്മാർക്കറിയും എന്നൊക്കെ വിശ്വസിച്ചാൽ അവിടെയാണ് ശിർക്ക് സംഭവിക്കുന്നത്. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഹദീസ്? മഫാത്തിഹുൽ ഗൈബി ഖംസുൻ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. ഗൈബിൻ്റെ അദൃഷ്ടജ്ഞാനത്തിൻ്റെ ഖജനാവുകൾ 5 ആകുന്നു, അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ലാ യഅലമു മാ തഗീദുൽ അർഹാമു ഇല്ലല്ലാഹ്. ഗർഭാശയങ്ങൾ കമ്മി വരുത്തുന്നത് അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയുകയില്ല. ഇത് കമ്മി വരുത്തുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, അതെ, അതായത് 9 മാസത്തിന് മുമ്പ്, ആ കാലയളവിൻ്റെ മുമ്പ് കുട്ടി ജനിക്കുകയാണെങ്കിൽ അത് കമ്മി വരുത്തി എന്നാണ് പറയുക. അതിൽ കൂടുതലാണെങ്കിലോ ഒമാ തസ്ദാദ്. ഇത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. കുട്ടി 9-ാം മാസം പൂർത്തീകരിച്ചിട്ടാണ് കുട്ടി ജനിക്കുക, അല്ലതിന് മുമ്പ് തന്നെ കുട്ടി പ്രസവിക്കുകയോ ജനിക്കുകയോ എന്നുള്ള സംഗതികളുണ്ടല്ലോ, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയൂ. വലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയൂ. വലാ യഅലമു മതാ യഅതിൽ മതറു അഹദുൻ ഇല്ലല്ലാഹ്. എപ്പോഴാണ് മഴ വർഷിക്കുക അതും അള്ളാഹുവിന് മാത്രമേ അറിയൂ. വലാ തദ്രി നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്ത്. ഏത് മണ്ണിൽ വെച്ചാണ് ഒരു മനുഷ്യൻ മരിക്കുക എന്നും അള്ളാഹുവിന് മാത്രമേ അറിയൂ. വലാ യഅലമു മതാ തഖൂമു സ്സാഅതു ഇല്ലല്ലാഹ്. എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന കാര്യവും അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഇതാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച ഹദീസിൻ്റെ രത്ന ചുരുക്കം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസ് കിതാബു തൗഹീദിൽപ്പെട്ട ഒരു ഹദീസ് തന്നെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബാബുൻ ഫിൽ മശീഅത്തി വൽ ഇറാദ. ബാബുൻ ഫിൽ മശീഅത്തി, ഒരുമിച്ച് വായിക്കാം. ബാബുൻ ഫിൽ മശീഅത്തി വൽ ഇറാദ. قال الإمام البخاري رحمه الله حدثنا يحيى قال حدثنا عبد الرزاق عن معمر عن همام سمع أبا هريرة عن النبي صلى الله عليه وسلم قال لا يقل أحدكم اللهم اغفر لي إن شئت ارحمني إن شئت ارزقني إن شئت وليعزم مسألته إنه يفعل ما يشاء لا مكره له. ഇവിടെ മുക്രിഹ എന്ന വാക്ക് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്, അവിടെ പിന്നെ തിരുത്തണം. പിന്നെ മുക്രിഹ എന്ന വാക്കിൻ്റെ ഹാൻ്റെ മേലെ ദമ്മല്ല ഫത്ഹാണ്, അതും തിരുത്തേണ്ടതാണ്.
ബാബുൻ ഫിൽ മശീഅത്തി വൽ ഇറാദ. കിതാബു തൗഹീദിൽപ്പെട്ട ഒരു അധ്യായമാണ്, ബാബാണ് ബാബുൻ ഫിൽ മശീഅത്തി വൽ ഇറാദ. എന്താണ് മശീഅത്തി ഇറാദ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ടല്ലോ. ഇന്നല്ലാഹ യഫ്അലു മാ യശാ, അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു പ്രവർത്തിക്കും. ആ ഉദ്ദേശത്തിനാണ്, അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനാണ് മശീഅ, ഇറാദ എന്നൊക്കെ പറയുക. പക്ഷെ ഒരു ചോദ്യം വരുന്നുണ്ട്, എന്താണ് അൽ മശീഅ അൽ ഇറാദ തമ്മിലുള്ള അർത്ഥവ്യത്യാസം? പൊതുവായി പറയുകയാണെങ്കിൽ അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ഇറാദ എന്ന് വച്ചാൽ മശീഅത്തിനേക്കാൾ വിശാലമായ അർത്ഥമുള്ളതാണ്. അൽ ഇറാദ എന്ന പദത്തെ രണ്ട് ഇനമാക്കി പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് അൽ ഇറാദത്തു അൽ കൗനിയ്യ, രണ്ട് അൽ ഇറാദത്തു അശ്ശർഇയ്യ. ഇങ്ങനെ രണ്ട് ഇനങ്ങളാക്കിയാണ് അൽ ഇറാദ എന്ന പദത്തെ പണ്ഡിതന്മാർ തിരിച്ചിട്ടുള്ളത്. ഒന്ന് അൽ ഇറാദത്തുൽ കൗനിയ, പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ ഇറാദ, ഉദ്ദേശം, തീരുമാനം. എന്താണത്? അതായത് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച, ഉദ്ദേശിച്ച കാര്യങ്ങൾ, അതിനാണ് അൽ ഇറാദത്തു അൽ കൗനിയ. അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യമാകാം, ഇഷ്ടപ്പെടാത്ത കാര്യമാകാം. ഉദാഹരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു സത്യനിഷേധം ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന്. കുഫ്ർ എന്ന് യാഥാർത്ഥ്യമുണ്ടോ? അത് ആര് സൃഷ്ടിച്ചതാണ്? അള്ളാഹു സൃഷ്ടിച്ചതാണ്. ശരി, കുഫ്ർ എന്ന യാഥാർത്ഥ്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. വലാ യർദാ ലിഇബാദിഹിൽ കുഫ്ർ, അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് കുഫ്ർ ഉണ്ടാകുന്നത് തൃപ്തിപ്പെടുന്നില്ല. സത്യനിഷേധികളായ മനുഷ്യന്മാർ ഉണ്ടാകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യമാകാം, ഇഷ്ടപ്പെടാത്ത കാര്യമാകാം. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾക്കാണ് അൽ ഇറാദത്തു അൽ കൗനിയ എന്ന് പറയുക. സൂറത്ത് യാസീനിലെ അവസാനത്തെ പേജ് നോക്കി നിങ്ങൾ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇദാ അറാദ ശൈഅൻ, അവനൊരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആയിത്തീരും. അപ്പോൾ ഇദാ അറാദ ശൈഅൻ, അത് ഏത് ഇറാദയാണ്? അൽ ഇറാദത്തു അൽ കൗനിയ. രണ്ടാമത്തെ ഇറാദ ശർഇയായ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ഇറാദ, തീരുമാനം, ഉദ്ദേശം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? എളുപ്പമാണ് അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്, അല്ലേ? യുരീദുല്ലാഹു അൻ യതൂബ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഇറാദ ശർഇയായ ഇറാദയാണ്, ശർഇയായ ഇറാദയാണ്. എന്താണ് പ്രാപഞ്ചിക ശർഇയായ ഇറാദകൾ തമ്മിലുള്ള വ്യത്യാസം? പല വ്യത്യാസങ്ങളുമുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, കൗനിയാണെങ്കിൽ അള്ളാഹു ഒരുപക്ഷെ അത് തൃപ്തിപ്പെടാം, അല്ലെങ്കിൽ തൃപ്തിപ്പെടാതിരിക്കാം. ശർഇയാണെങ്കിൽ തൃപ്തിപ്പെടുന്ന ഇറാദയായിരിക്കും. രണ്ടാമത്തെ വ്യത്യാസം, കൗനിയായ ഇറാദ നിർബന്ധമായും സംഭവിക്കണം.
അള്ളാഹു സുബ്ഹാനഹു ഈ പ്രപഞ്ചത്തിൽ തീരുമാനിച്ചൊരു കാര്യം സംഭവിക്കണം, അത് നിർബന്ധമായി സംഭവിക്കും. പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കണം എന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് തൃപ്തിപ്പെടുന്നൊരു കാര്യമാണ് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും വിശ്വാസികളാകണമെന്ന്. അള്ളാഹു തൃപ്തിപ്പെടുന്നു. പക്ഷെ കൗനിയായിട്ട് പ്രാപഞ്ചിക നിയമമായിട്ട് അങ്ങനെ ഒരു തീരുമാനം അള്ളാഹു വച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശർഈയായ ഇറാദ നിർബന്ധമായും സംഭവിക്കണം എന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആയത്തുകൾ ഉദാഹരണമായി എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഇതിലിപ്പം ഒരു ആയത്ത് എഴുതിയിരിക്കാം. സൂറത്ത് യാസീൻ്റെ ഒരു ആയത്ത്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ. إنما أمره إذا أراد شيئا أن يقول له كن ഇനി ശർഈയായ ഇറാദക്ക് ഉദാഹരണമായി നൽകുന്ന ഒരു ആയത്ത്, യുരീദുല്ലാഹു ബികുമുൽ യുസ്ര. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഏത് ഇറാദയാണ്? ശർഈയായ ഇറാദയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ഈ രണ്ട് നിലക്ക് ഇറാദകൾ പഠിച്ചാൽ എന്ത് മനസ്സിലാകും? ഈ ആയത്തുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാകും. ഇനി ചോദ്യം, ഇറാദയും മശീഅത്തും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പറഞ്ഞു ഇറാദ മശീഅത്തിനേക്കാൾ വിശാലമായ അർത്ഥമുള്ളതാണ്. അതായത് ആദ്യം ഉദ്ധരിച്ച ഇറാദയുടെ ഇനമുണ്ടല്ലോ, അതാണ് അള്ളാഹുവിൻ്റെ മശീഅത്ത്. അൽ മശീഅ എന്ന വാക്കിന് ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. അത് പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ ഉദ്ദേശം. മനസ്സിലായില്ലേ? അപ്പോൾ അൽ ഇറാദത്തുൽ കൗനി എന്ന് പറഞ്ഞാൽ എന്താണ്? മശീഅത്താണ്. പക്ഷേ മശീഅത്തിൽ എന്തില്ല? ശർഈയായ മശീഅത്ത് എന്ന് സാധാരണ പണ്ഡിതന്മാർ പറയാറില്ല. അൽ മശീ എന്ന വാക്കിന് ഒരു ഇനമുള്ളൂ, അതാണ് അൽ ഇറാദയുടെ ആദ്യത്തെ ഇനം. എന്നാൽ ശർഈയായ ഇറാദ, ശർഈയായ അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അതാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹു തൃപ്തിപ്പെടുന്ന അള്ളാഹുവിൻ്റെ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ. അത് ഒരു പക്ഷെ സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം. ഇനി നമ്മൾ ഹദീസിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ഇനങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ സൂറത്തുൽ അറാഫിൽ ഒരു ആയത്തുണ്ടല്ലോ, അലാ ലഹുൽ ഖൽഖു വൽ അംർ, അറിയുക അവന് മാത്രമേ, അവൻ്റെ മാത്രം അവകാശമല്ലേ അൽ ഖൽഖു വൽ അംർ. അൽ ഖൽഖ് എന്ന് വെച്ചാൽ സൃഷ്ടിപ്പ്, വൽ അംർ എന്ന് പറഞ്ഞാൽ കൽപ്പന. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റേതാണ്, അവൻ്റേത് മാത്രമാകുന്നു ഖൽഖും അമ്രും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സൃഷ്ടിപ്പ് നടത്തി, അതായത് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. അത് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക നിയമമാകുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹു തൃപ്തിപ്പെടുന്നുണ്ടോ? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഷർറ്, കുഫ്ർ പോലെയുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചു. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് മുഖേന, ഹിക്മത്ത് കാരണം അതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചു വെച്ചു.
പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നത് എന്താണ്? ആ കുഫ്ർ, ആ ഷർറ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്ന് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ അകപ്പെടുക. അതാണ് അൽ ഇറാദത്തു അശ്ശർഇയ്യ. അപ്പോൾ അള്ളാഹു കുഫ്റിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് അള്ളാഹു ശർഇയായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ആ ഉദ്ദേശം പ്രകാരം എല്ലാവരും വിശ്വാസികളാണെന്ന് ഇല്ല. ഇതൊരു ചെറിയൊരു വ്യത്യാസമാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, അള്ളാഹുവിനാണ് സൃഷ്ടിപ്പുള്ളത്. വൽ അംർ, വിധിവിലക്കുകളുടെ അധികാരവും അവന് മാത്രമാണ്. അപ്പോൾ ഖൽഖ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇതിലേക്കാണ് പോകുന്നത്. അൽ ഇറാദത്തുൽ കൗനിയ, പ്രാപഞ്ചിക നിയമം. വൽ അംർ എന്ന് വെച്ചാൽ എന്താണ്? വിധിവിലക്കുകളുടെ അധികാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടിച്ച സംഗതിയും കൽപ്പിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാ സൃഷ്ടിച്ച കാര്യവും എന്താണ്? അള്ളാഹുവിൻ്റെ തൃപ്തിയിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്താണ്? അതെ, അത് പ്രാപഞ്ചികമായിട്ട് അള്ളാഹുവിൻ്റെ വിധിയാണ്. മനസ്സിലല്ലേ? കൗനിയായ ഇവിടെ ചോദിച്ചത്, ഒരു മനുഷ്യൻ ആത്മഹത്യ നടത്തി, അദ്ദേഹം സ്വന്തത്തെ കൊലപ്പെടുത്തി. അപ്പോൾ ഇവിടെ ഇത് ആദ്യത്തെ ഇനമായ കൗനിയായ ഇറാദ നോക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. പക്ഷേ ഒരു മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൗനിയായ ഇറാദയല്ല നോക്കേണ്ടത്, മറിച്ച് ശർഇയായ അള്ളാഹുവിന് ഏതാണ് തൃപ്തി, അള്ളാഹുവിന് ഏതാണ് തൃപ്തിയല്ലാത്ത ഉദ്ദേശം, അതാണ് വീക്ഷിക്കേണ്ടത്. അപ്പോൾ ശർഇയായിട്ട് അള്ളാഹുവിന് അത് തൃപ്തിപ്പെടാത്ത കാര്യമാണ്, അള്ളാഹുവിൻ്റെ ഇറാദയിൽ പെട്ടതല്ലത്. പക്ഷേ കൗനിയായ ഇറാദയിൽ അത് പെട്ടതാകുന്നു. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം. ഇമാം ബുഖാരി പറഞ്ഞല്ലോ, ഹദ്ദസന യഹ്യ, യഹ്യ നമ്മോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാരുടെ ഭാഷയിൽ യഹ്യ എന്ന വ്യക്തി അറിയപ്പെട്ട പണ്ഡിതനായിരിക്കണം, നമുക്ക് അറിയപ്പെട്ടിട്ടില്ലെങ്കിലും. ആരാണ് ഇമാം യഹ്യ? യഹ്യ ഇബ്നു മൂസ അൽ ബൽഖി. ബൽഖ് എന്ന പട്ടണം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ചില പട്ടണങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ബൽഖ്, അതുപോലെ തന്നെ മറു, റൈ, സമർഖന്ത് പോലെയുള്ള കുറേ പട്ടണങ്ങൾ. ഈ ബൽഖ് എന്ന പട്ടണം ഏത് നാട്ടിലാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. എവിടെയാണ്? അഫ്ഗാനിസ്ഥാൻ. ആ പട്ടണത്തിൽ മുൻകാലങ്ങളിൽ ധാരാളം പണ്ഡിതന്മാർ ജീവിച്ച ഒരു സ്ഥലമായിരുന്നു, പ്രദേശമായിരുന്നു ബൽഖ്. അതിലേക്ക് ചേർത്ത് പറയുമ്പോഴാണ് ബൽഖി എന്ന് പറയുക. ഈ അഫ്ഗാനിസ്ഥാൻ ഉണ്ടല്ലോ, വലിയ വലിയ ഇമാമിയങ്ങളും പണ്ഡിതന്മാരും ജീവിച്ചിരുന്ന ഒരു നാടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സംഗതി, ഒരു അനുഭവം ഇല്ലെങ്കിലും മുമ്പൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ, ഹറവികളായ പണ്ഡിതന്മാർ ധാരാളം അവിടെ ജീവിച്ചിരുന്നു. ഹറവി എന്ന് പറഞ്ഞാൽ അൽ ഹറാഹ് എന്ന നാട്ടിലേക്ക് ചേർക്കപ്പെടുന്ന നസബാണ് അൽ ഹറവി. അവരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം അബു ഇസ്മായിൽ അൽ ഹറവി. അതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ സഹീഹ് റിവായത്ത് ചെയ്ത ഒരു പണ്ഡിതനാണ് അൽ ഇമാം അബൂദർ അൽ ഹറവി. അബൂദർ അൽ ഗിഫാരി സഹാബിയാണ്. അബൂദർ അൽ ഹറവി വലിയ പണ്ഡിതനാണ്. അതുപോലെ തന്നെ അൽ ഇമാം അബു ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം അൽ ഹറവി, ഇവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു. ഹദ്ദസന യഹ്യ ഇബ്നു മൂസ അൽ ബൽഖി. ഇമാം ബുഖാരി, അബൂ ദാവൂദ്, തിർമിദി, നസായി പോലെയുള്ള പണ്ഡിതന്മാരുടെ ഗുരുവാണ് ഇമാം യഹ്യ. ഹിജ്റ 240 മരണപ്പെട്ടു. ഖാല ഹദ്ദസന അബ്ദുർ റസാഖ്. ഇവിടെ ഖാല എന്ന വാക്ക് എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾ
വായിക്കും. അതാണ് ഇസ്നാദിൻ്റെ വായനാരൂപം. ഇസ്നാദ് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണ്? ഹദ്ദസന രണ്ടാമത് ഉദ്ധരിച്ച ഹദ്ദസന പറഞ്ഞത് ആരാണ്? ഈ വായിക്കുന്ന വ്യക്തിയാണോ? അല്ല, മറിച്ച് അതിനു മുമ്പ് ഉദ്ധരിക്കപ്പെട്ട ഇമാം യഹ്യയാണ്. യഹ്യ പറഞ്ഞു, അദ്ദേഹത്തെ അറിയിച്ചു അത്രേ. ആര്? അബ്ദുർ റസാഖ്. ഇമാം അബ്ദുർ റസാഖ് ഇബ്നു ഹമ്മാം അസ്സനആനി, അദ്ദേഹം അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്. അൽ മുസന്നഫ് എന്ന പ്രശസ്ത ഗ്രന്ഥം എഴുതിയ പണ്ഡിതനാണ് ഇമാം അബ്ദുർ റസാഖ് അസ്സനആനി. ഈ സനആനി എന്ന നസബ് സൻആ എന്ന യമനിലെ അറിയപ്പെട്ട ആ പട്ടണത്തിലേക്കാണ് പോകുന്നത്. സൻആയിൽ ജീവിച്ച പണ്ഡിതന്മാർക്ക് അസ്സൻആനി എന്ന് പറയും. അൽ ഇമാം അബ്ദുർ റസാഖ് അൽ മുസന്നഫ് എന്ന പേരിൽ അറിയപ്പെട്ട ആ പുസ്തകം എഴുതി. അതുപോലെ തന്നെ വേറൊരു പണ്ഡിതനും അൽ മുസന്നഫ് എന്ന വേറൊരു പുസ്തകം ഈ പേരിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആരാണ് ആ പണ്ഡിതൻ? ഇബ്നു അബി ഷൈബ മുസന്നഫിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയല്ലോ. ഇബ്നു അബി ഷൈബ വലൈക്കും സലാം ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അതുപോലെ തന്നെ ഇമാം അബ്ദുർ റസാഖും മുസന്നഫ് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അൽ മുസന്നഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ധാരാളം ഹദീസുകളും അതുപോലെ തന്നെ സ്വഹാബത്തുകളുടെ ഉദ്ധരണികൾ, താബിഈ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വിശാലമായിട്ട് എഴുതപ്പെട്ട ധാരാളം വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ് ഈ മുസന്നഫ്. നോക്കി നിങ്ങൾ, അദ്ദേഹം എപ്പോഴാണ് മരണപ്പെട്ടത്? ഹിജ്റ 211 മരണപ്പെടുന്നത്. പക്ഷേ ധാരാളം വാള്യങ്ങളുള്ള ഒരു കിതാബാണ് ഏത്? അൽ മുസന്നഫ്. അതിപ്പോഴും പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദ്, തിർമിദി പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊന്നും കാണാത്ത പല സ്വഹാബത്തുകളുടെ ഉദ്ധരണികൾ, പ്രവർത്തികൾ, സലഫുസ് സാലിഹീങ്ങളുടെ മൻഹജ് നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത് ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇതിൻ്റെയൊക്കെ മെച്ചം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ പണ്ഡിതന്മാർ ഒരു സഹാബിയുടെ അസർ, ഒരു ഉദ്ധരണി അവിടെ കൊടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഗുരു മുതൽ ആ സഹാബി, ആ താബിഈ വരെ അദ്ദേഹം പരമ്പര നൽകിക്കൊണ്ടാണ് ഒരു അസർ ഉദ്ധരിക്കുക, ഒരു ഹദീസ് ഉദ്ധരിക്കുക. അതുകൊണ്ട് തന്നെ ആ സംഭവം അത് വിശ്വാസയോഗ്യമായ കാര്യമാണോ അല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാം. അൻ മഅ്മറിൻ, ഇമാം അബ്ദുർ റസാഖിൻ്റെ ഏറ്റവും അറിയപ്പെട്ട ഗുരുവാണ്, ഉസ്താദാണ് ഇമാം മഅ്മർ ഇബ്നു റാഷിദ് അൽ അസ്ദി. ഇവിടെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ ചില വാക്കുകളുടെ അറബി പദം എഴുതേണ്ടത് അനിവാര്യമായി തോന്നുന്നു. കാരണം ഇപ്പോൾ അൽ അസ്ദി എന്ന് നമ്മൾ അറബിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ വായിക്കുക? അൽ അസ്ദി എന്ന് വായിക്കും. കാരണം സ എന്ന അക്ഷരം മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട്. അതുപോലെ തന്നെ നോക്കി നിങ്ങൾ രണ്ടാമത്തെ ഫുട് നോട്ടിൽ അൽ ബൽഖി, ഖ എന്ന അക്ഷരം മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവിടെ അറബി പദം എഴുതേണ്ടി വന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പോലെയുള്ള പണ്ഡിതന്മാരുടെ ഉസ്താദാണ് ആര്? ഇമാം മഅ്മർ ഇബ്നു റാഷിദ്. ഹിജ്റ 154 മരണപ്പെട്ടു. അൻ ഹമ്മാമിൻ, ആരാണ് ഇമാം ഹമ്മാം ഇബ്നു മുനബ്ബിഹ് സനആനി, താബിഈ പണ്ഡിതനാണ്. ഹിജ്റ 132 മരണപ്പെട്ടു. അദ്ദേഹം സമിഅ അബൂ ഹുറൈറ, അപ്പം അബൂ ഹുറൈറ പോലെയുള്ള സഹാബത്തുകളുടെ ശിഷ്യനാണ് ആര്? ഇമാം ഹമ്മാം. അബൂ ഹുറൈറയിൽ നിന്ന് കേട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി ആര് കേട്ടു? ഹമ്മാം കേട്ടു. ഇസ്നാദിൻ്റെ രൂപം നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മൾ ഈ ഇസ്നാദ് നിങ്ങളിങ്ങനെ വായിക്കുമ്പോൾ ഒരു ചെറിയ നിലക്കാണെങ്കിലും ഇസ്നാദ് എങ്ങനെയാണ് വായിക്കേണ്ടത്, എന്താണ് അതിൻ്റെ രൂപം, അതുപോലെ തന്നെ ഇസ്നാദിൽ ഉദ്ധരിക്കപ്പെടുന്ന ചില പണ്ഡിതന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില
കാര്യങ്ങൾ നമുക്ക് അതിലൂടെ പഠിക്കുവാനും സാധിക്കും. സമിഅ അബൂ ഹുറൈറ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പലപ്പോഴും നമ്മൾ കേൾക്കുന്ന സഹാബി വര്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പലർക്കും അറിയണമെന്നില്ല. 20-ലധികം അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിനെ സംബന്ധിച്ച്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന കുനിയ ഉണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായങ്ങളുണ്ട്, പല അഭിപ്രായങ്ങളുമുണ്ട്. അതിലേറ്റവും മഷ്ഹൂറായ അഭിപ്രായമാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. എന്താണത്? അബ്ദുറഹ്മാൻ ഇബ്നു സഖ്റിൻ അദ്ദൗസി, ദൗസ് കബീലയിൽ ഉള്ള ഒരു സഹാബി വര്യനാണ് അബ്ദുറഹ്മാൻ ഇബ്നു സഖ്ർ അദ്ദൗസി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സഹാബികളിൽ വെച്ച് ഏറ്റവും ഹദീസ് മനഃപ്പാടമാക്കിയ സഹാബി വര്യൻ ഹിജ്റ 57 മരണപ്പെട്ടു. ഇതാണ് ഏറ്റവും പ്രബലമായ ഒരു അഭിപ്രായം. പല അഭിപ്രായങ്ങളും ഇതിലുണ്ട്. എപ്പോഴാണ് മരണപ്പെട്ടത് എന്ന വിഷയത്തിലും പല വീക്ഷണങ്ങളുമുണ്ട്. ഏറ്റവും പ്രബലമായ വീക്ഷണം എന്താണ്? 57 അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം ധാരാളം ഹദീസുകൾ പഠിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ആർക്ക്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്താണ് ഈ ഹദീസിൻ്റെ അർത്ഥം? ലാ യഖുൽ അഹദുക്കും അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅ്ത, അല്ലാഹുവേ നീ ഉദ്ദേശിച്ചാൽ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് ആരും പറയാതിരിക്കട്ടെ, പറയാൻ പാടില്ല എന്ന്. എന്താണ് കാരണം? ശേഷം പറയുന്നുണ്ട്. ഇർഹംനി ഇൻ ശിഅ്ത, നീ ഉദ്ദേശിച്ചാൽ നീ എനിക്ക് പുറത്തു കൊണ്ടാ, നീ ഉദ്ദേശിച്ചാൽ നീ എനിക്ക് റിസ്ക് താ, ഉപജീവനം താ. വലിയഅസിം മസ്അലതഹു, അവൻ്റെ ചോദ്യം, പ്രാർത്ഥന ഉറപ്പാക്കട്ടെ, ഉറപ്പോടെ ചോദിക്കട്ടെ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ചോദിച്ച കാര്യങ്ങൾ ഉറപ്പായിട്ടും തരും എന്ന ആ ദൃഢമായ വിശ്വാസത്തോടെ അവൻ പ്രാർത്ഥിക്കട്ടെ. മസ്അല എന്ന വാക്കിൻ്റെ അർത്ഥം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അൽ മുറാദു ബിൽ മസ്അലതി അദ്ദുആ. ഇവിടെ വൽ യഅസിം മസ്അലതഹു, അവൻ്റെ ചോദ്യം അവൻ ഉറപ്പാക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. എന്താണ് മസ്അല കൊണ്ട് ഇവിടെ ഉദ്ദേശം? പ്രാർത്ഥനയാകുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന അവൻ ഉറപ്പായ വിശ്വാസത്തോടെ ചോദിക്കട്ടെ എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. വൽ യഅസിം മസ്അലതഹു. ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, വമഅനൽ അംരി ബിൽ അസ്മി അൽ ജിദ്ദു ഫീഹി, കാര്യഗൗരവത്തോടെ അവൻ ചോദിക്കട്ടെ എന്നതാണ് അസ്മ കൊണ്ട് ഉദ്ദേശം. വഅൻ യജ്സിമ ബിവുഖൂഇ മത്ലൂബിഹി, എന്താണോ ചോദിച്ച കാര്യം അത് ഉറപ്പായിട്ടും സംഭവിക്കും, നൽകപ്പെടും എന്ന് അവൻ തീരുമാനിക്കണം, അവൻ ഉറപ്പാക്കണം. എന്താണോ ചോദിച്ച കാര്യം, അതിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും നമുക്കറിയില്ല, അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു അവഗണന, ഒരു സ്വഭാവമുണ്ട്. ഈ അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅ്ത, അല്ലാഹുവേ നീ വേണമെങ്കിൽ എനിക്ക് പുറത്തു കൊണ്ടാ, അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ പുറത്തു തരണ്ടാന്ന്. അപ്പം അങ്ങനെ ഒരു അവഗണനാ സ്വഭാവം, ഒരു അദബ് കേട് ഈ പ്രാർത്ഥനയിലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന വിശ്വാസത്തോടെ ചോദിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സഹീഹ് മുസ്ലിമിലെ വേറെ റിവായത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും, ലിയഅസിം വലിയുഅദ്ദിമിർ റഗ്ബ, അവൻ ഉറപ്പായും തീരുമാനിച്ച്, മാത്രമല്ല അവൻ്റെ പ്രതീക്ഷ, ആഗ്രഹം അവൻ അധികരിപ്പിക്കട്ടെ, വലുതാക്കട്ടെ എന്ന്. അതായത് ഭയങ്കര ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, താല്പര്യത്തോടെ ആയിരിക്കണം ആ മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിൽ, കാരുണ്യത്തിൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട്
ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഉറപ്പായ മനസ്സോടെ അവൻ ചോദിക്കട്ടെ. ഇമാം നവവി പറയുന്നു, ഖാലൽ ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞു, സബബു കറാഹതിഹി അന്നഹു ലാ യതഹഖഖു ഇസ്തിഅമാൽ അൽ മശീഅ ഇല്ലാ ഫി ഹഖ്ഖി മൻ യതവജ്ജഹു അലൈഹി അൽ ഇക്റാഹ് വല്ലാഹു മുനസ്സഹുൻ അൻ ദാലിക്. അതായത് എന്തുകൊണ്ടാണ് ഇത് വിലക്കപ്പെട്ടത്? ഇങ്ങനെ അള്ളാഹു നീ ഉദ്ദേശിച്ചാൽ നീ എനിക്ക് പുറത്തു കൊണ്ട, നീ ഉദ്ദേശിച്ചാൽ നീ എനിക്ക് കാരുണ്യം ചെയ്യ് എന്ന ഈ ചോദ്യം, ഈ പ്രാർത്ഥന എന്തുകൊണ്ടാണ് വിലക്കപ്പെട്ടത്? ഒരു ചർച്ചയാണത്. ഇമാം നവവി പറയുന്നു, അതിൻ്റെ കാരണം ഉദ്ദേശിച്ചാൽ എന്ന പ്രയോഗം സാധാരണ പ്രയോഗിക്കപ്പെടാറുള്ളത് ഏത് സാഹചര്യത്തിലാണ്? നിർബന്ധപൂർവം കൽപ്പിക്കപ്പെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ് നമുക്ക് അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് ബാക്കി തുടരാം. ഒരു കമ്പനിയിലെ ഒരു മാനേജർ അയാളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനോട് അയാളോട് കൽപ്പിക്കുകയാണ്, താങ്കൾ ഇത് നിർബന്ധമായും ചെയ്യണം എന്നൊരു ഓർഡർ കൊടുക്കുകയാണ്, ഒരു കൽപ്പന നൽകുകയാണ്. പക്ഷേ അയാളുടെ ആ കൽപ്പന, ആ ഓർഡർ, അതിൻ്റെ ആ കട്ടി, ഗൗരവം അല്പം കുറക്കുവാൻ വേണ്ടി, ചോദിക്കപ്പെടുന്ന ആൾക്ക് ഒരു സൗമ്യം തോന്നുവാൻ വേണ്ടി പറയും, താങ്കൾ ഉദ്ദേശിച്ചാൽ അത് ചെയ്തു കൊള്ളുക. അപ്പോൾ എന്തായി അതിൻ്റെ അർത്ഥം? ആ ചോദിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യം ഉന്നയിക്കപ്പെട്ട ആ വ്യക്തി ഈ മാനേജർ വേണമെങ്കിൽ അയാളെ ബലാത്കാരം നിർബന്ധപൂർവം കൽപ്പിക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹുവിനും ഇങ്ങനെ നിർബന്ധപൂർവം കൽപ്പിക്കാൻ പറ്റും എന്ന ഒരു തെറ്റായ ആശയത്തിലേക്ക് ആണ് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ എത്തിക്കുക. അതുകൊണ്ടാണ് ഇത് വിലക്കപ്പെട്ടത് എന്ന് ഇമാം നവവി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു മുനസ്സഹുൻ അൻ ദാലിക്. അങ്ങനെയുള്ള ഒരു നിർബന്ധപൂർവമായ ഒരു അവസ്ഥയിൽ നിന്ന് അള്ളാഹു മുനസ്സഹാണ്. അങ്ങനെ അള്ളാഹുവിന് യാതൊരു കാരണവശാലും പാടില്ലാത്തതാകുന്നു. ഉർസുഖ്നി ഇൻ ശിഅ്ത. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇർഹംനി എന്ന് പറഞ്ഞപ്പോൾ ഹംസ എന്ത് കൊടുത്തു? കസ്ർ കൊടുത്തു. ഉർസുഖ്നി എന്ന് പറഞ്ഞപ്പോൾ ഹംസ എന്ത് കൊടുത്തു? വമ്മ് കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല, ഹദീസ് വായിച്ചപ്പോഴേ ഇഗ്ഫിർലി, ഇർഹംനി എന്ന ഈ രണ്ട് ക്രിയകളുടെ തുടക്കവും എന്താണ്? കസ്റല്ലേ? ഇനി ഉർസുഖ്നി എന്ന് വായിക്കുകയാണെങ്കിലോ എങ്ങനെ വായിക്കേണ്ടത്? ദമ്മാണ്. ഈ അക്ഷരത്തിനാണ് ഹംസത്തുൽ വസ്ർ എന്ന് പറയുക. ഹംസത്തുൽ വസ്റിൻ്റെ മേലെ എന്ത് എഴുതൂല? ഹറക്കത്തുകൾ എഴുതൂല. ദമ്മ്, കസ്ർ. അത് ഖുർആനിലാണെങ്കിലും അല്ലെങ്കിലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് നമ്മൾ വായിക്കുന്നതാണ്. നിങ്ങൾ ഈ ഇഹ്ദിന എന്ന വാക്കിൻ്റെ തുടക്കത്തിൽ വരുന്ന ഹംസിൻ്റെ താഴെ കസ്ർ കാണാറുണ്ടോ മുസ്ഹഫിൽ? ഇല്ല. മറിച്ച് ആ ഹംസ എന്ന അക്ഷരത്തിൻ്റെ മേലെ അത് ഹംസത്തുൽ വസ്ലാണെന്ന് മനസ്സിലാകുവാൻ വേണ്ടി സാദ് എന്ന അക്ഷരത്തിൻ്റെ തല ഭാഗമാണ് നമ്മൾ കാണാറുള്ളത്. അത് വസ്ലിൻ്റെ ഹംസയാണെന്ന് മനസ്സിലാകുവാൻ വേണ്ടി. എന്താണ് ഹംസത്തുൽ വസ്ൽ? കൂട്ടി വായിക്കുമ്പോൾ നഷ്ടപ്പെടുകയും നിർത്തി തുടക്കം മുതൽ വായിക്കുമ്പോൾ സ്ഥിരപ്പെടുകയും ചെയ്യുന്ന ഹംസിനാണ് ഹംസത്തുൽ വസ്ർ എന്ന് പറയുക. കൂട്ടി വായിക്കുമ്പോൾ നഷ്ടപ്പെടും. ഉദാഹരണമായി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഈ രണ്ട് ആയത്തുകൾ തമ്മിൽ കൂട്ടി വായിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നസ്തഈൻ ഇഹ്ദിന.
കൂട്ടി വായിക്കുമ്പോൾ ഈ എന്ന ആ പദം ആ അക്ഷരം നഷ്ടപ്പെട്ടു. നസ്തഈൻ എന്ന വാക്ക് നിർത്തി ഇഹ്ദിന എന്ന് വായിച്ചാൽ സ്ഥിരപ്പെട്ടു, കൂട്ടി വായിച്ചാൽ നഷ്ടപ്പെട്ടു. ചോദ്യം അതല്ല. ചോദ്യം എന്തുകൊണ്ട് ഉർസുഖ്നി എന്ന് വായിച്ചപ്പോൾ വമ്മ് കൊണ്ട് വായിച്ചു, ഇർഹംനി ഇഗ്ഫിർലി എന്ന് വായിച്ചപ്പോൾ കസ്ർ കൊണ്ട് വായിച്ചു? ഇത് നമ്മൾ കഴിഞ്ഞ വർഷം തജ്വീദ് പഠിച്ചപ്പോൾ പറഞ്ഞ ഒരു നിയമമാണ്. പക്ഷെ ഒരു വർഷം ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒരു പക്ഷേ പലരും മറന്നിട്ടുണ്ടാവും. അതിന് നിയമം ചുരുക്കത്തിൽ പറയുകയാണ്. ചുരുക്കത്തിൽ വളരെ എളുപ്പമാണ്, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആൻ വായിക്കുമ്പോൾ ഉപകരിക്കുന്ന ഒരു നിയമമാണ്. മൂന്നാമത്തെ അക്ഷരം ദമ്മാണെങ്കിൽ ഹംസിന് ദമ്മുകൾ കൊടുക്കണം. മൂന്നാമത്തെ അക്ഷരം ദമ്മാണെങ്കിൽ, ദമ്മുള്ള അക്ഷരമാണെങ്കിൽ ഹംസിന് എന്ത് കൊടുക്കണം? ദമ്മ് കൊടുക്കണം. മൂന്നാമത്തെ അക്ഷരം ദമ്മല്ലെങ്കിൽ ഹംസിന് കസ്ർ കൊടുക്കണം. ഇതാണ് നിയമം. എളുപ്പമാണ്. മൂന്നാമത്തെ ദമ്മാണോ അപ്പോൾ ആദ്യത്തെ അക്ഷരം ദമ്മായി അല്ലെങ്കിൽ കസ്റായി. ഇതാണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ നിയമം. നോക്കൂ നിങ്ങൾ, ഇർഹംനി, ഇർഹംനി ഏതാണ് മൂന്നാമത്തെ അക്ഷരം? ഹാ, ഫത്ഹല്ലേ. ഇഗ്ഫിർലി മൂന്നാമത്തെ അക്ഷരം കസ്റാണ്, ദമ്മല്ല. അപ്പോൾ കസ്ർ കൊണ്ട് വായിച്ചു. ഉർസുഖ്നി മൂന്നാമത്തെ അക്ഷരം ദമ്മാണ്, അതുകൊണ്ട് ഉ എന്ന് വായിച്ചു. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഉദ്ഉ മൂന്നാമത്തെ അക്ഷരം എന്താണ്? ഐനാണ്, അതുകൊണ്ട് ഊ എന്ന് വായിച്ചു. അതുപോലെ തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ മൂന്നാമത്തെ അക്ഷരം ഫത്ഹാണ്, അതുകൊണ്ട് കസ്ർ കൊണ്ട് വായിച്ചു. ഇത് ഹദീസിൻ്റെ അർത്ഥത്തിൽപ്പെട്ടതല്ല, പക്ഷെ എങ്കിലും നമ്മൾ ഒരു വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വൽ യഅസിം മസ്അലതഹു ഇന്നഹു യഫ്അലു മാ യശാ, അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കും. ലാ മുക്രിഹ ലഹു, എന്താ അർത്ഥം? അവനോട് ബലം പ്രയോഗിച്ച് നിർബന്ധപൂർവം കൽപ്പിക്കുന്നവനായി ആരുമില്ല, ആരുമില്ല. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം എന്താണ് സഹോദരന്മാരെ? ഈ ഹദീസിൻ്റെ ആശയത്തിൻ്റെ ചുരുക്കം എന്താണ്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം എന്താണ്? പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദിച്ച കാര്യം ഉറപ്പായിട്ടും നൽകും, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന ആ ഉറപ്പായ ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം. അത് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടായേണ്ട കാര്യമാണ്. അതൊന്ന്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ പല മര്യാദകളുമുണ്ട്. നീ ഉദ്ദേശിച്ചാൽ എനിക്ക് പുറത്തു തരണം എന്ന ഒരു സ്വഭാവത്തിൽ, രീതിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നിർത്തുകയാണ്. സമയം അവസാനിച്ചിട്ടുണ്ട്. ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ, രോഗിയെ കാണുമ്പോൾ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? സുന്നത്ത് പ്രകാരം എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അതെ, അതൊരു പ്രാർത്ഥന. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് വഷ്ഫി ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക് ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ചുരുക്കമായ പ്രാർത്ഥന ഉണ്ടല്ലോ. തഹൂറുൻ ഇൻഷാ അല്ലാ, തഹൂറുൻ ഇൻഷാ അല്ലാ. ഇത് തഹൂർ ആകട്ടെ, ശുദ്ധിയാകട്ടെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇവിടെ ഇൻഷാ അല്ലാ ഉപയോഗിച്ചില്ലേ? ഒരു നോമ്പുകാരൻ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. അള്ളാഹുവിൻ്റെ കൂലി സ്ഥിരപ്പെട്ടു ഇൻഷാ അല്ലാ. അപ്പോൾ അവിടെ ഇൻഷാ അല്ലാ ഉപയോഗിച്ചില്ലേ? ഇവിടെ ഹദീസ് എന്താണ് ഇൻഷാ അല്ലാ ഉപയോഗിക്കാൻ പാടില്ല? അതൊരു ഇഷ്കാലാണ്. ഇഷ്കാല് തീർക്കണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. എന്താണ് അതിൻ്റെ പരിഹാരം? പണ്ഡിതന്മാർ പറയുന്നു, ഇവിടെ ഹദീസിൽ വന്ന തഹൂറുൻ ഇൻഷാ അല്ലാ, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, വസബത്തൽ അജ്റു ഇൻഷാ അല്ലാ, ഈ ഹദീസ് ഹസനാണ്. ഷെയ്ഖ് അൽബാനി പറയുന്നു, റിപ്പോർട്ട് ചെയ്തത് ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്.
അതൊക്കെ പ്രാർത്ഥനയല്ല എന്നാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം. തഹൂറുൻ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ അടുത്തേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ ഒരു നല്ല വർത്താനം പറയുകയാണ്, ഒരു പ്രതീക്ഷയുടെ വർത്താനം, ഇൻഷാ അള്ളാഹ് അതൊക്കെ ശരിയാകും. അതിൻ്റെ അർത്ഥം അള്ളാഹുവെ നീ ഉദ്ദേശിച്ചാൽ ഇത് ഈ രോഗിക്ക് ശിഫ നൽകണമെന്ന ഒരു അർത്ഥമല്ല അതിനുള്ളത്. മറിച്ച് തഹൂറുൻ ഇൻഷാ അള്ളാഹ് എന്ന് പറയുമ്പോൾ ഇൻഷാ അള്ളാഹ് ആ രോഗം ശിഫയാകട്ടെ എന്നൊരു പ്രതീക്ഷയുടെ വാക്കാണ്. അപ്പോൾ പ്രതീക്ഷയുടെ വാക്കിലാണ് ഇൻഷാ അള്ളാഹ് എന്ന പ്രയോഗം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നോമ്പുകാരൻ അയാൾ പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ് അള്ളാഹുവിങ്കൽ ഉണ്ടാകുന്ന ആ പ്രതിഫലം സ്ഥിരപ്പെടട്ടെ, സാബിത്താകട്ടെ എന്നൊരു പ്രതീക്ഷ. പക്ഷേ അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി ഇൻ ശിഅ്ത്, അള്ളാഹുവെ നീ ഉദ്ദേശിച്ചാൽ നീ എന്നിൽ നിന്ന് ഇത് സ്വീകരിക്ക് എന്ന ഒരു പ്രാർത്ഥനാ സ്വഭാവത്തിൽ ഇൻഷാ അള്ളാഹ് പറയാൻ പാടില്ല. പ്രതീക്ഷയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് പറയണം. അതുപോലെ തന്നെ നാളെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുമ്പോഴും എന്ത് പറയണം? ഇൻഷാ അള്ളാഹ് എന്ന് പറയണം. ഇതാണ് പണ്ഡിതന്മാരുടെ ഈ രണ്ട് ഹദീസുകൾ തമ്മിലും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ ശുബ്ഹത്ത് ഇങ്ങനെയാണ് ഇത് പരിഹരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത് ആഴത്തിൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അത് പ്രചരിപ്പിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.